അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളക്കടല വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചന മസാല. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതും കറിക്ക് നല്ലൊരു കട്ടി കിട്ടാനായിട്ട് ഒരു അടിപൊളി ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ കടല ഞാനൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് വെള്ളക്കടല കേട്ടോ. ഇതേ നല്ലപോലെ തന്നെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 4 വിസിൽ അടിച്ചെടുക്കണം കേട്ടോ. 4 5 ആയാലും കുഴപ്പമില്ല, അതിൽ കൂടണ്ട കേട്ടോ. അതിനൊരു 5 വിസിലെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. കടല വേവിക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4 അല്ലെങ്കിൽ ഒരു 5 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിസിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ പിന്നെ ഞാൻ കാണിക്കുന്നത് കുക്കർ എയറൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം അതേ കടലയൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ഒരു 2 ടേബിൾ സ്പൂൺ കടല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് അതും മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് വലിയൊരു സബോളയാണ് കേട്ടോ, ഇത് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിത് കടലയിൽ ഉപ്പ് അധികമായിട്ടുണ്ട്, അപ്പോൾ അത് കാരണം മസാലയിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ സബോള നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ ഇതേ രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകായ കാരണം കൊണ്ടാണ് ഒരെണ്ണം, അത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അത് നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ നല്ല ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകമല്ല, നല്ല ജീരകത്തിൻ്റെ 1/4 ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്കിത് ഈ മസാലയുടെ ഒക്കെ ഒരു കുത്ത് പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ നമ്മൾ നോക്കണം പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയുടെ ഒക്കെ ഒരു പച്ചത് പോകുന്നവരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കടലയും ഒന്ന് മിക്സിയിലിട്ടിരുന്ന് അടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കറിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടല ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനത് അടിച്ചെടുത്തിട്ടുള്ളത്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ കടല വേവിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളം, ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതേ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയില്ലേ, ആ കടലയും അതിൻ്റെ വെള്ളം കൂടി രണ്ടും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടല ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി കുറുകി വരുമ്പോൾ നല്ല കട്ടിയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചന മസാല കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി കേട്ടോ. കറി നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കങ്ങോട്ട് കറി ഇറക്കി വെക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഈ കടലക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. വെള്ളക്കടല കറി കൂട്ടാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു 4-5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് അതും കൂടി അരച്ച് ചേർക്കുകയാണെങ്കിലും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. കറിക്ക് വേറൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ നമുക്കിതിന്. അങ്ങനത്തെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തേക്കണേ. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.